ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, അങ്ങേക്ക് ഇക്കാര്യത്തിൽ ഒരു സേ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായിരുന്നു കോൺഗ്രസിന്റെ അന്നത്തെ നിലപാട്? ഇപ്പോൾ ബംഗ്ലാദേശിൽ അങ്ങേയറ്റം ഒരു തരത്തിലുള്ള ജനാധിപത്യ പ്രക്രിയയ്ക്കും ഇടമില്ല എന്ന് ലോകം തന്നെ തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസിൽ നിന്ന് ഒരു എതിർ ശബ്ദം ഈ ചർച്ചയിലെങ്കിലും ഉയർന്നു വരുന്നത്. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, അത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കോൺഗ്രസിന്റെ പ്രസിഡന്റ് അത്തരത്തിലുള്ള ഒരു സെന്റിമെന്റ് ഓപ്പൺലി പങ്കുവച്ചിട്ടില്ല. പക്ഷെ പൊതുവെ കോൺഗ്രസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ദിശ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എന്ത് ചെയ്താലും എതിർക്കുക എന്നുള്ള ഒരു വല്ലാത്ത അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് തോന്നുന്നു. പക്ഷെ അന്ന് ഞാനും സേനാപതി വേണുജിയും കൂടെ ഒക്കെ ഇരുന്നാണ് അതേ ചർച്ചയിൽ. പക്ഷെ അന്ന് അദ്ദേഹം വളരെ ശക്തമായിട്ട് തന്നെ ബാംഗ്ലാദേശിനെ എതിർത്താണ് സംസാരിച്ചത്, എനിക്ക് ഓർമ്മയുണ്ട്. കാരണം അവിടെ അദ്ദേഹം അതിന് വേണ്ടിയിട്ട് ബാധിക്കുകയും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു കോൺഗ്രസും അത്തരത്തിലൊരു ഓപ്പൺ വോയിസ് എടുത്തിട്ടില്ല. പക്ഷേ വളരെ കൃത്യമായിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇപ്പോ ഞാനൊരു ന്യൂസ് പറയാം. ജനുവരി 17 2025 അൽ ജസീറ റിപ്പോർട്ട് ചെയ്തത് അതെന്തെന്ന് വെച്ചാൽ, പാകിസ്ഥാൻ പുൾസ് ക്ലോസ് ടു പോസ്റ്റ് ഹസീന ബാംഗ്ലാദേശ് അമിഡ് ഷെയർഡ് ഇന്ത്യ കൺസേൺസ്. അതായത് ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ ആർമി ചീഫും കമറുൽ ഹസൻ, അതുപോലെ പാകിസ്ഥാന്റെ ആസിം മുനീർ, ഈ ഫീൽഡ് മാർഷൽ ആണല്ലോ അയാൾ, ഈ രണ്ടുപേരും തമ്മിൽ ജനുവരി 17 2025 മീറ്റ് ചെയ്തു. ആ മീറ്റ് ചെയ്തതിന്റെ ചർച്ച എന്താണ്? അവരുടെ ഷെയർഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്താണ്? ആന്റി ഇന്ത്യ ഷെയർഡ് കൺസേൺസ് ആണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ സുവ്യക്തമാണ് ഈ കഴിഞ്ഞ വർഷവും ഈ വർഷം ആദ്യമൊക്കെ നടമാടിയ ഹിന്ദു വേട്ടയ്ക്ക് പിന്നിൽ മറ്റാരുമല്ല പാകിസ്ഥാൻ തന്നെയാണ് എന്നുള്ളത്. പക്ഷെ എന്താണ് കോൺഗ്രസിന്? സത്യം പറഞ്ഞാൽ ചില പിള്ളേരുണ്ട് പരീക്ഷ അടുത്ത് വരുമ്പോൾ ഉഴപ്പുന്ന പിള്ളേർ. എനിക്ക് ജയിക്കണ്ട, എന്നെ ആരും നന്നാക്കാൻ നോക്കണ്ട, എന്നെ തല്ലണ്ട അമ്മാവ എന്നൊക്കെ പറയുന്ന പിള്ളേരെ പോലെയാണ് കോൺഗ്രസ് പെരുമാറുന്നത്. രാജ്യം അതിഭീകരമായ ഒരു ആക്രമണം നേരിട്ടു പഹൽഗാമിൽ. ഒരുപാട് ആളുകൾ, 28ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. അതിൽ ഹിന്ദുക്കളാണ് കൂടുതലും, അല്ലാത്ത ഒരു ക്രിസ്ത്യൻ സഹോദരനുണ്ട്, അതുപോലെ നേപ്പാളിയുണ്ട്. അവരുടെ രാജ്യം ഏതെന്ന് ചോദിച്ചിട്ടോ മറ്റൊന്നും ചോദിച്ചിട്ടില്ല, മതം എന്താണെന്നാണ്. കലീമ ചൊല്ലാൻ പറഞ്ഞിട്ട്, അത് വളരെ സുവ്യക്തമായ കാര്യമാണ്. കലീമ ചൊല്ലാൻ പറഞ്ഞുകൊണ്ടാണ് ആ ഭീകരാക്രമണം നടന്നത്. അതിന്റെ റൈറ്റ് സ്പിരിറ്റിൽ ഇന്ന് വരെ കോൺഗ്രസിന് അപലപിക്കാൻ സാധിച്ചിട്ടില്ല. എന്താണ് അതിന്റെ റൈറ്റ് സ്പിരിറ്റ്? അതായത് ബാംഗ്ലാദേശ് ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും ഒരു ആന്റി ഹിന്ദു, ആന്റി ഇന്ത്യൻ നാരറ്റീവ് കൊണ്ടുവരികയാണ്. അപ്പോൾ ടെററിസ്റ്റ് വന്ന് ആക്രമിക്കുമ്പോൾ അപ്പോഴും ഈ കോൺഗ്രസ് ചോദിക്കുന്നത് മോദിയുടെ അടുത്ത് പിഴവുണ്ട്, സെക്യൂരിറ്റി ലാപ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഗവൺമെന്റിനെ വിമർശിക്കുക എന്നതിലുപരി രാജ്യ താല്പര്യത്തെ മൊത്തം മുന്നിൽ നിർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ കണ്ടിട്ട് മരിച്ചാൽ മതിയായിരുന്നു തോന്നുകയാണ് ഇപ്പോൾ. ഓഫ്കോഴ്സ് സേനാപതി വേണു ഇവിടെ ഉണ്ട്, നമ്മുടെ മലയാളിയായ അദ്ദേഹം കഴിഞ്ഞ ചർച്ചയിൽ ബാംഗ്ലാദേശിനെതിരെ വളരെ ശക്തമായിട്ട് സംസാരിച്ച ആളാണ്, ഞാൻ കേട്ടതുമാണ്. പക്ഷെ കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് എന്തുകൊണ്ട് അത് അങ്ങനെ ആ ഒരു സ്പിരിറ്റിൽ പറയുന്നില്ല എന്നുള്ളത് അത്ഭുതകരമാണ്. കാരണം അവർ പരീക്ഷ തോൽക്കാൻ വേണ്ടിയാണ്. അതായത് ഇനി ഒരിക്കലും കോൺഗ്രസിനെ ഇവിടുത്തെ ജനസാമാന്യം മുഖവിലക്കെടുക്കുകയില്ല. പ്രധാനമായിട്ടും ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനിടയ്ക്കും ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനിടയ്ക്കും വളരെ ശക്തമായിട്ട് ഒരു ആന്റി കോൺഗ്രസ് ഫീലിംഗ് കൊണ്ടുവരാൻ ഉള്ള ഒരു കാരണമായിട്ട് ഇതൊക്കെ മാറുന്നുണ്ട്. കാരണം ഞാൻ പലപ്പോഴും സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ആളുകളായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, ഒരു തരത്തിലും രാജ്യസ്നേഹപരമായി പറഞ്ഞാൽ പോലും അത് BJPക്ക് അനുകൂലമായി പോകുമോ എന്ന് സംശയിക്കുന്ന ഒരു പാർട്ടിയെ കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചാൽ പോലും അത് BJPയുടെ മുദ്രാവാക്യമാണ് തെറ്റിദ്ധരിക്കുന്ന അത്രയും മോറലി കോൺഗ്രസ് ഒരു ആന്റി ഇന്ത്യൻ സ്പിരിറ്റ് ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ടെന്ന് സംശയിച്ചു പോവുകയാണ്. സത്യത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഡെലിഗേറ്റ്സിന്റെ ഈ യാത്രയിൽ അതിന് നേതൃത്വം കൊടുക്കേണ്ടത് ആരായിരുന്നു? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി അല്ലേ അത് ചെയ്യേണ്ടത്. അത് അദ്ദേഹം ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? അദ്ദേഹത്തിന്റെ ആ ഈഗോ ആണ് വർക്ക് ചെയ്യണം. അതായത് ഇത് മോദിക്ക് അനുകൂലമാകുമല്ലോ, മോദി ചെയ്ത ഈ സർജിക്കൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ ഈ പാകിസ്ഥാനിൽ അകത്ത് കയറി ചെന്ന് നടത്തിയ ഈ സ്ട്രൈക്ക് മോദിക്ക് വീണ്ടും മാർക്കായിട്ട്, ഇതിങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സങ്കുചിത രാഷ്ട്രീയം മാത്രമാണ്. അപ്പൊ സത്യത്തിൽ അത് ഖാർഗെയെ തെരഞ്ഞെടുത്തത് കേവലം ഒരു കുടുംബ തീരുമാനമായിരുന്നു എന്നതിന്റെ തെളിവും കൂടിയാണ്. ഖാർഗെയ്ക്ക് പകരം ശശി തരൂർ ആയിരുന്നെങ്കിലോ സ്ഥിതിഗതി അങ്ങനെ ആവുകയില്ലായിരുന്നു. കാരണം ശശി തരൂർ വിദ്യാസമ്പന്നനാണ്, ലോകം കണ്ടയാളാണ്. മാത്രമല്ല രാജ്യ താല്പര്യത്തിന് വേണ്ടി സംസാരിക്കുന്നു. ശശി തരൂർ മോദിയെ സ്തുതിക്കുകയല്ല ചെയ്തത്. ശശി തരൂർ പറഞ്ഞ ഇന്ത്യ ഗവൺമെന്റ് എടുത്ത നടപടി തീർത്തും ശരിയാണ്. നാം പലതവണ ശാന്തി ദൂത് പോയതാണ്, നമുക്കിനി ഇത് സഹിക്കാൻ പറ്റില്ല, ഇത് അൺഎൻഡിങ് പ്രോസസ് ആണ്. ഇന്ത്യയുടെ ഒരു പൗരന്റെയും ജീവൻ നഷ്ടപ്പെടാൻ നമ്മൾ സമ്മതിച്ചോളൂ. അവിടെ ജാതിയോ മതമോ അല്ല നമ്മൾ പറയുന്നത്, ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിമോ എന്നുള്ള അല്ല പറയുന്നത്. ഇന്ത്യയിലെ ഭാരതത്തിൽ ഒരു പൗരന്റെയും ജീവൻ നഷ്ടപ്പെടാൻ കാരണമാവരുത് ടെററിസ്റ്റ് ആക്ട്. ലോകം മുഴുവൻ
UN ഒക്കെ നേതൃത്വത്തിൽ പല പ്രമേയങ്ങൾ അവതരിപ്പിച്ചാണ് ആന്റി ടെററിസത്തിന് വേണ്ടിയിട്ട്. പക്ഷെ അത് അനുസരിക്കാത്ത രണ്ട് രാജ്യങ്ങളായിട്ട് ബംഗ്ലാദേശും പാകിസ്ഥാനും മാറുകയാണ്. പാകിസ്ഥാൻ കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. എത്ര തവണ നമ്മൾ, അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഈ പോയ ഡെലിഗേറ്റ്സിലെ പിന്നെ ഒവൈസി പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക് 26/11 ശേഷം ലോക രാജ്യങ്ങൾ മുഴുവൻ പാകിസ്ഥാനോട് ഈ പ്രഷറൈസ് ചെയ്തു, നടപടിയെടുക്കണം. അതിൽ പ്രധാനപ്പെട്ട പിന്നെ സാജിദ് മിർ എന്ന് പറയുന്ന തീവ്രവാദി, വളരെ ഭീകരവാദി, അവൻ മരിച്ചു, അവൻ കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാൻ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇന്റർനാഷണൽ പ്രഷർ വന്നപ്പോൾ അതേ രാജ്യം യാതൊരു ഉളുപ്പും മര്യാദയും ഇല്ലാതെ തിരുത്തി പറഞ്ഞു അയാൾ ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷെ അയാൾ ജയിലിലാണെന്ന്. കേവലം 5 വർഷമാണ് അയാളെ ജയിലിലിട്ടത്. അയാളെയും അനുയായികളെയും ജയിലിലിട്ടത് എന്ത് കാരണം പറഞ്ഞിട്ടാണ്? ടെററിസത്തിനെതിരായിട്ടല്ല, മണി ലോണ്ടറിങ് കേസിലാണ് ജയിലിലിട്ടത്. അപ്പൊ ഞാൻ പറയുന്നത്, ഇത്രയ്ക്ക് നെറികെട്ട, യാതൊരു ലോകമര്യാദയും ഇല്ലാത്ത, യാതൊരു സാമാന്യ മര്യാദയും ഇല്ലാത്ത ഒരു തെമ്മാടി രാഷ്ട്രത്തിനെതിരെയാണ് നമ്മൾ പ്രവർത്തിക്കുന്ന ചിന്ത കൊണ്ടെങ്കിലും ഭാരതത്തിലെ പ്രതിപക്ഷം ഈ ഒരു വല്ലാത്ത സങ്കീർണ ഘട്ടത്തിലെങ്കിലും രാജ്യത്തിന്റെ താല്പര്യത്തിനൊപ്പം നിൽക്കുമെന്നാണ് ഞാനടക്കമുള്ള എല്ലാവരും കരുതിയത്. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. രാഹുൽ ഗാന്ധിക്ക് വളരെ വിരുദ്ധാഭിപ്രായമാണ് ആ കാര്യത്തിലുള്ളത്. മോദി ഇതിൽ സ്കോർ ചെയ്യുമെന്നുള്ള പേടി മാത്രമാണ്. ഇതെന്തൊരു എത്ര നികൃഷ്ടമായ, എത്ര സങ്കുചിതമായ ഒരു രാഷ്ട്രീയ ചിന്താഗതിയാണ്. നോക്കൂ, നമ്മളെല്ലാം ചിന്തിച്ചു ഒവൈസി വളരെ ടെററിസ്റ്റിക് മൈൻഡ് സെറ്റ് ഉള്ള ആളാണെന്ന്. പക്ഷെ നോക്കൂ, അദ്ദേഹം രാജ്യത്തിനെതിരെ ഒരു വെല്ലുവിളി വന്നപ്പോൾ നമ്മുടെ എല്ലാ പ്രതീക്ഷകളുടെ സീമകളെയും ലംഘിച്ചുകൊണ്ട് വളരെ ഉന്നതമായ സാംസ്കാരിക ഔന്നത്യം കാണിച്ചുകൊണ്ട് രാജ്യ താല്പര്യത്തിന് വേണ്ടി ലോകം മുഴുവൻ, വിശേഷിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിൽ, സൗദിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമാണ് ഞാനിപ്പോ വായിച്ചത്. എന്തൊരു അത്ഭുതകരമായ പ്രസംഗം, എന്തൊരു വാഗ്ധോരണി. ഭാഷയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം അറിയാനും കൂടി ഇത് കാരണമായി. അപ്പൊ ഞാൻ പറയുന്നത്, മോദി ഒരു മാഗ്നറ്റ് ആണ്. മോദി ശരിയായ അയൺ പീസസിനെ പ്രതിപക്ഷത്തു നിന്ന് പോലും ആകർഷിച്ചു കൊണ്ടുവരാൻ ശക്തിയുള്ളവനാണെന്ന് ഇതിനോടകം തെളിഞ്ഞു കഴിഞ്ഞു. കാരണം ശശി തരൂരിന് കോൺഗ്രസിൽ എന്തായിരുന്നു വില? ശശി തരൂർ എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ അനഭിമതനായത്? ശശി തരൂർ ഇടയ്ക്കിടയ്ക്ക് മോദിയുടെ നല്ല കാര്യങ്ങളെ അനുമോദിക്കുന്ന പോലും കോൺഗ്രസിന് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഒരു അമ്മായിയമ്മ നയമാണ് അതിൽ ഖാർഗെയും സോണിയ, രാഹുൽ ടീമും കാഴ്ചവെക്കുന്നത്. അപ്പോ ശശി തരൂരിനെ പോലെ ഒരു ഇത്രയും ലോകപരിചയമുള്ള ഒരു ലോക പൗരൻ, ഒരു വിശ്വ പൗരനെ ശരിയായ ധർമ്മത്തിന് വേണ്ടി വിനിയോഗിക്കുക എന്നുള്ള ഏറ്റവും ഉത്തമമായ കാര്യമാണ് ശ്രീ നരേന്ദ്രമോദി ചെയ്തത്. അത് ചെയ്യുമ്പോൾ അതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് നല്ലതാണെന്ന് പറയുക, ചെയ്യുന്നില്ല. ശശി തരൂരിനെതിരെയുള്ള എല്ലാ വാർത്തകളും പുറത്തുവിടാനും ശശി തരൂരിനെ എങ്ങനെയെങ്കിലും ടാനിഷ് ചെയ്യാനുള്ള ഒരു അവസരമായി കോൺഗ്രസ് എടുക്കുന്നു. സത്യത്തിൽ കോൺഗ്രസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ശരിയാണ്, പരീക്ഷ ഒരു കാരണവശാലും ജയിക്കണ്ട എന്ന് കരുതി ഉഴപ്പുന്ന കുട്ടിയെ പോലെ ഭാരതത്തിന്റെ രാഷ്ട്രീയത്തിൽ യാതൊരു ധാർമ്മികതയും പാലിക്കാനില്ലാതെ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഈ അൽ-ഖായ്ദയും പാകിസ്ഥാനിലെ ഭീകര സംഘടനകളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് ഇന്ന് ഒവൈസി പറയുകയാണ്. സഹ മുസ്ലിങ്ങളെ പോലും കാഫിറുകളായി കാണുകയും അവരെ വകവരുത്തുകയും ചെയ്യുന്ന തക്ഫീരിസത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് പാകിസ്ഥാൻ എന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറത്താണ് പാകിസ്ഥാന്റെ ഒരു ഭീകരത എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെയല്ലേ ഒവൈസിയുടെ വാക്കുകളെ നമ്മൾ ഈ ഘട്ടത്തിൽ കാണേണ്ടത്? ഇവിടെ ഒരു ചെറിയ കറക്ഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. നമ്മളിവിടെ രാഷ്ട്രീയമല്ല ചർച്ച ചെയ്യുന്നത്. നമ്മുടെ രാജ്യം അത്യന്തം അപലപനീയമായ ഒരു ഭീകരാക്രമണം നേരിട്ടതിന്റെ തിരിച്ചടി കൊടുത്തതും അതിനെ തുടർന്ന് നമ്മുടെ രാജ്യത്തെ MP-മാരെ കൊണ്ട് ഡെലിഗേഷൻ ഉണ്ടാക്കിയിട്ട് അത് വിദേശ രാജ്യങ്ങളിൽ പറഞ്ഞേക്കുകയും ചെയ്ത വിഷയമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച ഡോക്ടർ ശശി തരൂരിന്റെയും അതുപോലെ ഒവൈസിയുടെയും മഹിമയെടുത്ത് പറയുക എന്നുള്ളത് മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ. അവിടെ കോൺഗ്രസിനെ ബാഷ് ചെയ്യാൻ അല്ലെങ്കിൽ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ അത് സാന്ദർഭികമായിട്ട് വന്നതാണ്. പക്ഷെ അതിലൊരു ചെറിയ തിരുത്തുള്ളത്, നമ്മുടെ ജയറാം രമേശ് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം കൊടുത്ത ലിസ്റ്റിൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയും വക്താവും കൂടിയാണ്. അദ്ദേഹം പറഞ്ഞത്, അത് ഇക്കണോമിക് ടൈംസിൽ വന്നൊരു വാർത്തയാണ് ഞാൻ വായിക്കുന്നത്. അതായത് ഇക്കണോമിക് ടൈംസ് ഡേറ്റഡ് 17th May 2025, മെയ് 17 വന്ന വാർത്തയാണ്. Congress General Secretary Jairam Ramesh on Saturday said that the Indian National Congress has submitted names of 4 MPs for the government's proposed delegations to foreign countries to explain India's stance on terrorism emanating from Pakistan. ഇതില് അദ്ദേഹം എക്സിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഒരു സംഗതി, ജയറാം രമേശ് തന്നെ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ എക്സ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്,
അതിൽ ശ്രീ ആനന്ദ് ശർമ്മ, ഫോമർ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ, ശ്രീ ഗൗരവ് ഗൊഗോയി, ഡെപ്യൂട്ടി ലീഡർ INC ലോക്സഭ, ഡോക്ടർ സയ്യിദ് നസീർ ഹുസൈൻ, രാജ്യസഭ MP, ശ്രീ രാജ ബ്രാർ MP ലോക്സഭ. ഈ 4 പേരുടെ പേര് മാത്രമാണ് മെയ് 17, 2025 കൊടുത്തിരുന്നത്. നേരത്തെ നമ്മുടെ സേനാപതി വേണു സാർ പറഞ്ഞു ശശി തരൂരിനെ കൊടുത്തത് കോൺഗ്രസ് ആണ് എന്ന്. പക്ഷെ 17th May 2025 ജയറാം രമേശിന്റെ എക്സിലെ പിന്നെ പങ്കുവെച്ചത് കൃത്യമായിട്ട് കാണിക്കുന്നത് നമ്മുടെ ശശി തരൂർ അതിലുണ്ടായിരുന്നില്ല എന്നാണ്. പിന്നീടാണ് ശശി തരൂരിനെ അതിലേക്ക് അതിൽ ഈ ഇക്കണോമിക് ടൈംസ് എഴുതിയിരിക്കുന്നത്, curiously the name of Thiruvananthapuram MP Dr. Shashi Tharoor is missing from the list that Jairam Ramesh says the Congress submitted to the Parliamentary Affairs Minister. എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താണ്? ആദ്യത്തെ പര്യാലോചനയിൽ ശശി തരൂരിന്റെ പേര് പോലും ഇല്ലായിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, തിരുവനന്തപുരത്ത് അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ BJP പ്രവർത്തകർ അദ്ദേഹത്തെ മാക്സിമം അപഹസിക്കുകയും തെറി വിളിക്കുകയും ചെയ്തു എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തിന് പുറത്തു പോയിട്ട് UK-ലും US-ലും രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് എന്താണ്? മോദിയെ പറഞ്ഞത് എന്തൊക്കെയാണ്? അപ്പൊ ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട്, രാഷ്ട്രീയത്തിൽ അങ്ങനെ, പക്ഷെ രാജ്യത്തിന് പുറത്തു പോയിട്ട് ഇങ്ങനെ ഒരു അപമര്യാദ കാണിച്ച് രാഹുൽ ഗാന്ധി മാത്രമാണ്. രാജ്യത്തിനകത്ത് രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ പിണറായി വിജയൻ ഓപ്പോസിഷനെ പറയും, ഓപ്പോസിഷൻ പിണറായി വിജയനെ പറയും, BJP നേതാക്കന്മാർ തിരിച്ചും പറയും. അങ്ങനെ പല രാഷ്ട്രീയത്തിൽ അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഒരു രാജ്യത്തിന് പുറത്തു പോയിട്ട് രാജ്യത്തെ അപമാനിക്കും വിധം സംസാരിച്ച ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് രാഹുൽ ഗാന്ധിയാണ്, കോൺഗ്രസിന്റെ. അപ്പൊ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ രാജ്യ താല്പര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ കോൺഗ്രസിന്റെ നഷ്ടത്തിലോ നാശത്തിലോ യാതൊരു ദുഃഖവും എനിക്കില്ല. ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നിട്ടേ ഇല്ല, മനസ്സുകൊണ്ട് ഒരിക്കലും കോൺഗ്രസിനെ അംഗീകരിച്ചിട്ടില്ല. സ്വയം ഭാരതരത്ന എഴുതിയെടുത്ത നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും പാർട്ടി എന്ന് വിചാരിക്കുന്ന ഒരു പാർട്ടി മാത്രമാണത്. അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ സംസാരിച്ച രാഷ്ട്രീയമല്ല. നമ്മൾ പറഞ്ഞത് എന്താണ്? നമ്മുടെ രാജ്യം ഇത്രയും ഭീകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ പോലും നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ജോലി അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചില്ലെന്ന് മാത്രമല്ല, ശശി തരൂരിന്റെ പേര് മനഃപൂർവ്വം ഒഴിവാക്കുകയും ചെയ്തു എന്നത് ഗൗരവതരമായ കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. അൽ ഖ്വായിദ എന്ന അന്താരാഷ്ട്ര ഭീകര സംഘടനയുടെ വിളനിലമായി വർത്തിച്ചതും പാകിസ്ഥാനാണ്. കാരണം ഇത് അഫ്ഗാനിസ്ഥാനിലൂടെ കടന്നുകൂടി റഷ്യൻ മിലിറ്ററി കോപ്പുകൾ, യുദ്ധക്കോപ്പുകൾ മോഷ്ടിച്ചുകൊണ്ട് തുടങ്ങിയതാണ് അവരുടെ ചരിത്രം, അൽ ഖ്വായിദയുടെ ചരിത്രം. അൽ ഖ്വായിദ എന്ന് പറയുന്നത് ഇൻഫിൽട്രേറ്റേഴ്സ് ആണ്. തുടങ്ങുന്ന എല്ലാം ഗ്രൗണ്ട് ടെററിസ്റ്റ് ഓപ്പറേഷൻ ആണ് തുടങ്ങുന്നത്. അങ്ങനെ കസാഖിസ്ഥാൻ വഴിയും മറ്റും ഇവർ നടത്തിയ ഭീകര പ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കിയ കൊള്ളയടിച്ച സമ്പത്താണ്. പിന്നീട് ഇവരെ രാഷ്ട്രീയ, അല്ലെങ്കിൽ ഇന്ത്യ, പാകിസ്ഥാൻ പോലെയുള്ള രാഷ്ട്രങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും അവർ വളരുകയും ചെയ്തതാണ്. ഒടുവിൽ ബിൻ ലാദൻ കൊല്ലപ്പെടുന്നത് എങ്ങനെയാണ്? പാകിസ്ഥാന്റെ എയർബേസിന് അടുത്ത് വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, പാകിസ്ഥാൻ എന്നും ഭീകരവാദികളിലെ അവരെ മുലയൂട്ടുന്ന സൂകര മാതാവാണ്. ഭീകരവാദികളെ മുലയൂട്ടി വളർത്തുന്ന സൂകര മാതാവാണ്. സൂകർ എന്ന് പറഞ്ഞാൽ പന്നി എന്നാണ് അർത്ഥം, അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പന്നികളെ, ഈ കാട്ടുപന്നികളെ, മറ്റുള്ളവരെ ചിന്തയില്ലാതെ ആക്രമിക്കുകയും അങ്ങനെ ആക്രമിച്ചു കൊന്നാൽ സ്വർഗം കിട്ടുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന മൂഢജനങ്ങളെ, ഈ സൂകരന്മാരെ, ഇവർ ഭീകരന്മാർ മാത്രമല്ല സൂകരന്മാരുമാണ്. ഈ ഭീകരന്മാരാണ് ഇവിടെ നമ്മുടെ പഹൽഗാമിൽ വന്നിട്ട് നിങ്ങൾ കലിമ ചൊല്ലൂ, അറിയില്ല, ഉടനെ വെടിവെച്ചില്ല പുരുഷന്മാരെ. അതിൽ കരഞ്ഞുകൊണ്ട് നെഞ്ചുകൂട്ടി ഒരു സ്ത്രീ പറഞ്ഞു, എന്റെ ഭർത്താവിനെ കൊന്നിട്ട് എന്നെ മാത്രം ബാക്കിയാക്കരുത്, എനിക്ക് ജീവിച്ചിട്ട് കാര്യം, എന്നെയും കൊല്ലൂന്ന് അലറി വിളിച്ചപ്പോൾ അവരോട് പറഞ്ഞു, നീ പോയിട്ട് നിന്റെ മോദിയോട് പറയാൻ. അവർ മോദിയോട് പറഞ്ഞു. മോദി അത് കേട്ടു. അതിശക്തമായിട്ട് പാകിസ്ഥാൻ അനുഭവിക്കാവുന്നതിന്റെ പരമാവധി ഈ ഒരു ഹിറ്റ് ബാക്കിൽ, ഒരു റിറ്റാലിയേഷനിൽ അനുഭവിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ സംശയമുണ്ട്, ശരിക്കും മോദി അടിച്ചോ, മോദി ശരിക്കും അടിച്ചിരിക്കാൻ വഴിയില്ല, പാകിസ്ഥാനാണ് ജയിച്ചത് എന്നൊക്കെ പറയുന്ന കോൺഗ്രസ്സുകാരുണ്ട് നാട്ടില്. എനിക്ക് അറിയുന്ന ലോക്കൽ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഞാൻ അവരോടൊന്നും മറുപടി വരാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഒരു ഡിസൈസീവ് വിക്ടറിയാണ്. കാരണം നമ്മുടെ ജനതയെ അകത്ത് കടന്ന്, ലൈൻ ഓഫ് കൺട്രോൾ കടന്ന് വന്ന് നമ്മുടെ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായ കശ്മീരിൽ, പഹൽഗാമിൽ ചെന്നുകൊണ്ട് ഒരു ഭീകരാക്രമണം നടത്താൻ ഇനി ഏതെങ്കിലും ഒരു സൂകരവാദി ശ്രമിച്ചാൽ അവന്റെയും അവനെ പറഞ്ഞു വിട്ടവരുടെയും അന്തഃപുരങ്ങളിൽ കടന്ന് നമ്മൾ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുമെന്ന് രാജ്യത്തിന്റെ സേന, ലോകരാജ്യങ്ങളിൽ വെച്ച് ഭാരതത്തിന്റെ സേനയുടെ പ്രത്യേകത,
ഭാരതത്തിന്റെ സേന കാക്കുന്നത് കേവലം ഒരു ഭൂപ്രദേശം മാത്രമല്ല, ഒരു സംസ്കാരം കൂടിയാണ്. ലോകത്തേക്ക് മുഴുവൻ വെളിച്ചം വിതറിയ ഒരു സംസ്കാരത്തെ കാക്കുന്ന സേനയും കൂടിയാണ് ഭാരതത്തിന്റെ സേന. അപ്പൊ മതങ്ങൾക്ക് മാതാവ്, വിവേകാനന്ദ സ്വാമിയുടെ വാക്ക് പറഞ്ഞാൽ മദർ ഹോൾ റിലിജൻസ്, മതങ്ങൾക്ക് മാതാവായി സനാതനധർമ്മം അതിന്റെ ഭദ്രദീപം തെളിച്ചു വെച്ചിരിക്കുന്ന ഭാരതീയ സംസ്കാരത്തെ കൂടി കാക്കുന്ന സേനയാണ് ഭാരതത്തിന്റെ സേന. ആ സേന നിങ്ങൾ പറയുന്ന പോലെ ലോക സമസ്ത സുഖിനോ ഭവനവും ജീവിച്ചുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ ഗാന്ധിയൻ നയം എന്താണ്, ആരെയും ഉപദ്രവിക്കേണ്ട, ആരെയും കൊല്ലണ്ട എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന ആക്രമണത്തെ എങ്ങനെ തടുക്കും? 2011 അതായത് 26 നവംബർ 11 അറ്റാക്ക്, മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക്, അതിൽ എന്ത് റിറ്റാലിയേഷൻ ആണ് ഇന്ത്യ കൊടുത്തത്? സാജിദും മീറൊക്കെ അവിടെ സുഖമായിട്ട് വാസിക്കുകയാണ്. അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫൈനാൻഷ്യൽ എംബസിൽമെന്റിന്റെ പേരിലാണ്. അങ്ങനെ ഒരു തരത്തിലും ശക്തി തെളിയിക്കാൻ സാധിക്കാതെ ദുർബലമായി രാജ്യത്തെ ജനങ്ങളെ ആക്രമിക്കാൻ വിട്ടുകൊടുത്തു നിന്നുകൊണ്ടിരുന്ന ഒരു, അപ്പൊ അദ്ദേഹം കാണ്ഡഹാറിന്റെ കാര്യം പറയും കേട്ടോ, അത് ഞാൻ പറയാം, അദ്ദേഹം പറഞ്ഞിട്ട് അതിന് മറുപടി പറയാം. അപ്പോ ഇങ്ങനെയുള്ള ഭീകരവാദികളെ പോറ്റമ്മയും പെറ്റമ്മയും പാകിസ്ഥാൻ തന്നെയാണ്. കാരണം ഇവരെല്ലാം ഒന്നിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ജാനുവരി 17, 2025 ഈ ബാംഗ്ലാദേശിന്റെ മിലിറ്ററി ചീഫ് പാകിസ്ഥാനിൽ ചെന്നിട്ട് പിന്നെ അവിടുത്തെ മിലിറ്ററി ചീഫിനെ കാണുകയാണ്. എന്നിട്ട് പറയുകയാണ്, നമുക്കെല്ലാം ഒരേ, വി ആർ ബ്രദേഴ്സ്, വി ഷെയർ എ കോമൺ ബ്രദർഹുഡ്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ് കോമൺ ബ്രദർഹുഡ്? ദാറ്റ് കോമൺ ബ്രദർഹുഡ് ഇസ് നത്തിങ് ബട്ട് ദെയർ റിലിജൻ. ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. മതത്തിന്റെ പേരിൽ മാത്രം സാഹോദര്യം നിർണയിക്കുന്ന അന്ധമായ ഈ ചിന്ത കൊണ്ടല്ലേ ഈ തീവ്രവാദികൾ, ഭീകരവാദികൾ വന്നിട്ട് നിങ്ങളുടെ മതം എന്താണ്, കലിമ ചൊല്ലാൻ അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് വെടിവെച്ചു കൊല്ലുന്നു. അപ്പൊ ഇതിന് ശക്തമായൊരു മറുപടി കൊടുക്കുക എന്നുള്ളത് ഭാരതത്തെ സ്നേഹിക്കുന്ന ഒവൈസി അടക്കമുള്ള എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. പക്ഷെ അപ്പോഴും കോൺഗ്രസിൽ ഇപ്പോൾ വേറിട്ട് സ്വരങ്ങൾ കേൾക്കുകയാണ്. ഇതിനു മുൻപ് പുൽവാമയിലുണ്ടായ അറ്റാക്കിന് നമ്മൾ മറുപടി കൊടുത്തു, സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. അപ്പോഴും നിത്യ ജലദോഷിയായ ഡൽഹിയിലെ അന്നത്തെ CM നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ എന്താ പറഞ്ഞത്? വി നീഡ് പ്രൂഫ്, ഞങ്ങൾക്ക് തെളിവ് വേണം. എന്തിന്റെ തെളിവാണ് വേണ്ടത്? രാജ്യം ശത്രു രാജ്യമായ അല്ലെങ്കിൽ ഭീകരവാദികളുടെ സൂകരമായ പാകിസ്ഥാനെ ആക്രമിച്ചതിന് തെളിവ് ചോദിച്ചവരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഈ അരവിന്ദ് കെജ്രിവാളും. രാജ്യത്തിനകത്ത് പലതരത്തിലുള്ള സൂഡോ കവേർഡ് റയറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക കർഷക സമരത്തിന്റെ പേര്. ആരാണ് കർഷക സമരത്തിന് വരുന്നവർ? കർഷക സമരത്തിന് വരുന്നവരെല്ലാം ബെൻസിന്റെ S-ക്ലാസ് വാഹനത്തിലും ഹമറിലും ഒക്കെയാണ് വരുന്നത്. ആർ ദേ റിയൽ പെസൻസ്? ആർ ദേ ഫാമേഴ്സ്? നോ. ഇവര് മണ്ഡി ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള നടുവിൽ നിൽക്കുന്ന ഇടനിലക്കാരന്റെ സമരമായിരുന്നു. അങ്ങനെ രാജ്യത്തിന്റെ സുസ്ഥിരതയെ മുഴുവൻ അട്ടിമറിക്കാൻ വേണ്ടി വിദ്യാസാഗർ ഗുരുമൂർത്തി ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി കലാപം അഴിച്ചുവിട്ടുകൊണ്ട് ആ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചതുപോലെ ഈ കർഷക സമരത്തിലൂടെ രാജ്യത്ത് ഒരു അസ്ഥിരത പടർത്താനാണ് ഇവിടെ ശ്രമമുണ്ടായത്. അതിന് മുന്നിട്ട് നിന്നത് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുലാണ് എന്ന് പറയുമ്പോഴാണ് വലിയൊരു വിരോധാഭാസം നമ്മൾ ഇക്കാര്യത്തിൽ കാണേണ്ടത്. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, 4 പതിറ്റാണ്ടിനിടെ 20,000-ലേറെ ഭാരതീയരാണ് പാകിസ്ഥാന്റെ ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. അങ്ങനെ ഒരു നിവൃത്തിയുമില്ലാതെ അങ്ങേയറ്റം സഹികെട്ട ഒരവസ്ഥയിലാണ് സിന്ധു നദീജല കരാറൊക്കെ ഇങ്ങനെ മരവിപ്പിച്ച് നിർത്തുന്ന, റദ്ദാക്കപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിൽ ഉള്ളത്. അപ്പോഴും നമ്മുടെ രാജ്യത്തെ ചിലർ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയല്ല സംസാരിക്കുന്നത് എന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമായി ഇപ്പോൾ നിൽക്കുകയാണ്. വിദ്യാസാഗർ ഗുരുമൂർത്തി, അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് പാല നഷ്ടപ്പെട്ട ഭൂതത്തിന്റെ അവസ്ഥയാണ് കോൺഗ്രസിന്. ഭരണം നഷ്ടപ്പെട്ട ശേഷം പറയുന്നതിന് യാതൊരു വെളിവും വെളിപാടുമില്ല. ഭാരതത്തിന് പുറത്ത് UK-യിലും US-ലും പോയിട്ട് ജൂലിയൻ അസൈഞ്ചിന്റെ വിക്കിലീക്സിൽ പറഞ്ഞാണല്ലോ ഹിന്ദു ടെററിസം എന്ന വാക്ക് കോയിൻ ചെയ്ത ആളാണ് രാഹുൽ ഗാന്ധി. അങ്ങനെ ചെയ്യുന്ന, അപ്പൊ ആ ചെയ്യുന്നതിന്റെ അർത്ഥം എന്താണ്? ഈ രാജ്യത്ത് ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കരുതിക്കൂട്ടി പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ രാജ്യത്തിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ പുറത്തു പോയിട്ട് ഈ രാജ്യത്തിന്റെ ഹിന്ദു ടെററിസമാണ് ഏറ്റവും വലിയ മെനസ് എന്ന് പറയണമെങ്കിൽ അത്രത്തോളം ഹിന്ദു വിരുദ്ധതയുള്ള ഒരു മനുഷ്യനെ, ഒരു അഭിമാനമുള്ള ഹിന്ദു എന്ന നിലയ്ക്ക് എനിക്ക് ഒരിക്കലും ഒരു നേതാവായി അംഗീകരിക്കാൻ സാധിക്കില്ല. എനിക്കെന്ന് മാത്രമല്ല, ജനസാമാന്യത്തിന് ആർക്കും സാധിക്കുകയില്ല. അപ്പൊ അത്രയും നിരുത്തരവാദമായി പെരുമാറുന്ന ഒരു എന്താ പറയുക, സ്കൂൾ വിദ്യാർത്ഥിയോട് അത്ര പോലും രാജ്യബോധമില്ലാത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന്റെ പാർട്ടിയും അദ്ദേഹവും പടുകുഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിന്റെ അന്ധത ബാധിച്ചിട്ട്
മോദി എന്ത് ചെയ്താലും BJP എന്ത് ചെയ്താലും അതിനെ എതിർക്കുക എന്നുള്ളൊരു വളരെ വൃത്തികെട്ട നയമാണ് കോൺഗ്രസിനുള്ളത്. അപ്പോ ശശി തരൂരിനെ പോലെ സമർത്ഥരായ വിദ്യാസമ്പന്നരായ ആളുകളെ അവർ തന്നെ പുച്ഛിക്കുന്നു. നമുക്കറിയാലോ, അവരുടെ പ്രസിഡൻഷ്യൽ, അവരുടെ പാർട്ടിക്ക് അകത്ത AICC പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വന്നപ്പോൾ നടന്ന കളികളൊക്കെ നമുക്കറിയാം. ശശി തരൂർ എത്രത്തോളം അപമാനിതരായി നമുക്കറിയാം. Yes. അപ്പൊ അവരിപ്പോ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർ അവരെ തെറി വിളിച്ചു എന്നുള്ള പറയുന്നതിനേക്കാൾ ഉപരി സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽ പോലും നിൽക്കളിയില്ലാതിരിക്കുകയാണ് ശശി തരൂർ. ഞാൻ ആശിക്കുന്നത് ശശി തരൂരിനെ പോലെയുള്ള സമർത്ഥരായ ആളുകൾ നാളെ നമ്മുടെ ഭാരതത്തിന്റെ പ്രസിഡന്റായി വന്നാലും ഫോറിൻ മിനിസ്റ്ററായി വന്നാലും HRD മിനിസ്റ്ററായി വന്നാലും അത്ഭുതപ്പെടാനില്ല. എനിക്ക് എന്തുകൊണ്ടാണ്, മുമ്പൊക്കെ ഞാൻ കോൺഗ്രസിനെ വളരെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇപ്പൊ ഞാൻ ചെയ്യാറില്ല. കാരണം പതനമുറപ്പായ, മരണമുറപ്പായ, അരനാഴിക നേരത്തിന് കാത്തിരിക്കുന്ന മാത്രമാണ് ഒരു പ്രസ്ഥാനത്തെ അങ്ങനെ പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? പാകിസ്ഥാൻ ഭീകരരുടെ സുഖവാസ കേന്ദ്രമാണ്. പാകിസ്ഥാനെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തേണ്ടേ എന്ന ചോദ്യമാണ് ജനൻ ഡിബേറ്റ് മുന്നോട്ട് വെക്കുന്നത്.